മുസ്താഖ് സർജിക്കൽ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുപ്രാകോൺഡലർ ഫ്രാക്ചർ ഇൻ ചിൽഡ്രൻസ്, അതായത് എൽബോയിലെ ഈ രണ്ട് എല്ലിന്റെ പ്രൊജക്ഷൻസിനെയാണ് കോണ്ടൈൽസ് എന്ന് പറഞ്ഞത്. അതിന്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു ഭാഗം എല്ല് വളരെ തിന്നാണ്, അതേപോലെ തന്നെ വീക്ക് ആയിരിക്കും. അപ്പോൾ ഒരു ഫോൾ ഓൺ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ് അല്ലെങ്കിൽ എൽബോയിൽ ഇടിച്ചിട്ട് വീഴുക, അങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടേക്ക് വരികയും ഈ ഭാഗം വീക്ക് ആയതുകൊണ്ട് അവിടെ വെച്ച് ബോണ് ബ്രേക്ക് ആവുകയും ചെയ്യും. ഈ ഫ്രാക്ചറിനെയാണ് സുപ്രാകോൺഡലർ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ടോട്ടൽ എൽബോ ഫ്രാക്ചറുകളിൽ 50% ഓഫ് ഇഞ്ചുറികളും ഈ സുപ്രാകോൺഡലർ ഫ്രാക്ചർ ആയിരിക്കും. നമ്മൾ ഒ പിയിലേക്ക് പേഷ്യന്റ് ഒരു ഹിസ്റ്ററി ഓഫ് ഫോൾ ആയിട്ട് വരികയും എൽബോയിൽ സ്വെല്ലിങ് കാണുകയും ചെയ്താൽ നമ്മൾ എക്സ്റേ എടുപ്പിക്കും. എക്സ്റേ ആണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. സുപ്രാകോൺഡലർ ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രേഡ് 1 ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈനോ അല്ലെങ്കിൽ ബോണിന് ചുറ്റും കുറച്ച് നീർക്കെട്ടോ മാത്രമേ കാണൂ. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളൊരു 2 വീക്സിലേക്ക് ഒരു പ്ലാസ്റ്റർ ട്രീറ്റ്മെന്റ് മതിയാവും. ഇനി ഗ്രേഡ് 2 ഇഞ്ചുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർഷ്യലി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. അതായത് ഒരു ബോണിന്റെ ഒരു സൈഡ് ഡിസ്പ്ലേസ് ആയിരിക്കും, മറ്റേ സൈഡ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ നമ്മൾ ആ ഡിഫോമിറ്റി ജസ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് ചെറിയൊരു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 to 6 വീക്സ് പ്ലാസ്റ്റർ കണ്ടിന്യൂ ചെയ്താൽ അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 ഫ്രാക്ചേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്ലാസ്റ്റർ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നീര് കുറയുമ്പോൾ ആ ഫ്രാഗ്മെന്റ് അതിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് പൊസിഷൻ ഇല്ലാത്ത രീതിയിൽ എല്ല് യുണൈറ്റ് ചെയ്യും. അങ്ങനെ യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈക്കൊരു ഡിഫോമിറ്റി വരും. അതായത് ഗൺ സ്റ്റോക്ക് ഡിഫോമിറ്റി എന്നൊക്കെ പറയുന്ന ഡിഫോമിറ്റികൾ വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഫ്രാഗ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ വലിച്ച് കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് ചെറിയ വയറുകൾ അടിച്ചു കൊടുക്കും. 2-3 വയറുകൾ അടിച്ചു കഴിഞ്ഞാൽ നീര് കുറയുമ്പോഴും ആ ഫ്രാഗ്മെന്റ് അതിൽ നിന്ന് റൊട്ടേറ്റ് ആവാതെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് സഹായിക്കും. 6 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റർ ഊരുന്നതിന്റെ കൂടെ കമ്പിയും കൂടെ ഊരിയെടുക്കാവുന്നതാണ്. നോർമലി നമ്മുടെ എൽബോ എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രി പുറത്തേക്കോ അല്ലെങ്കിൽ 5 to 10 ഡിഗ്രി പുറത്തേക്ക് വളഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ, അതായത് പ്രോപ്പർ ടൈമിൽ കേവർ ഫിക്സേഷൻ ചെയ്യാതെ ഡിഫോമിറ്റി വന്ന കേസുകൾ നേരെ അകത്തേക്ക് വളഞ്ഞിട്ടാണ് ഉണ്ടാവുക. വാരസ് ഡിഫോമിറ്റി എന്ന് പറയും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 1 to 2 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് ആ ഡിഫോമിറ്റി മെച്ചുർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സർജറിയിലേക്ക് വരിക. സർജറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ട്രൂ ലെങ്ത് എക്സ്റേ എടുത്തിട്ട് എത്ര ഡിഗ്രി ആണോ ഇതിൽ ഡിഫോമിറ്റി ഉള്ളതെന്ന് മെഷർ ചെയ്തിട്ട് അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കും. ആ ടെംപ്ലേറ്റ് നമ്മൾ സ്റ്റെറൈൽ ചെയ്തിട്ട് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി സർജറിയുടെ സമയത്ത് യൂസ് ചെയ്തിട്ട് അത്രയും ബോണ് എക്സ്ട്രാ ഫോം ചെയ്ത ബോണ് കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കേവർ ചെയ്ത് ഫിക്സ് ചെയ്യുക. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് 12 ഡിഗ്രി വാരസിലേക്കായിരുന്നു ബോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ 12+5 ഒരു ഏകദേശം 17 ഡിഗ്രിയോളം കറക്ഷൻ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നോർമൽ അലൈൻമെന്റിലേക്ക് കൈ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്.